ഇന്നിപ്പോൾ മൊബൈൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജയൻ്റെ അനുകരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അദ്ദേഹം മരിച്ചു പോയിട്ടും ഇന്നും അദ്ദേഹത്തെ ആളുകൾ ആരാധിക്കുന്നുണ്ടെന്നുള്ള ഏക തെളിവാണ് സ്റ്റേജ് ഷോകളിലൊക്കെ ജയൻ എൻ്റെ ഓരോരോ സംഭവങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ മിമിക്രിക്കാർ അതൊരു കോമാളിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. മിമിക്രിക്കാരെന്ന് പറയുമ്പോൾ ചിരിപ്പിക്കണം, ആളുകളെ ചിരിപ്പിക്കണം, സ്കിറ്റെ കളിച്ച് ചിരിപ്പിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് ചെയ്യുക. ഈ ജയനെ ചെയ്യുമ്പോൾ അതൊരു കോമാളിയായിട്ട് ചെയ്യരുത്. പറയാൻ കാരണം, ഞാനും മിമിക്രിക്കാരനാണ്. ഞാനത് പറയാൻ കാരണം, നമ്മളിതൊക്കെ കാണുമ്പോൾ വിഷമമാണ്. പറയാൻ കാരണം, അദ്ദേഹം നല്ലൊരു നടനായിരുന്നു, ഒറിജിനാലിറ്റി കാണിക്കുന്ന നടനായിരുന്നു. ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഓരോ അപകടം പിടിച്ച സംഭവങ്ങളൊക്കെ ചെയ്ത്. ഇന്നത്തെ നടന്മാരൊന്നും ചെയ്യില്ല അത്. ഇന്നത്തെ നടന്മാരൊക്കെ ഡൂപ്പിട്ട് കൊടുക്കും. അന്ന് പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ഓരോ സംഭവങ്ങളും അത്രയ്ക്ക് ഡേഞ്ചർ പിടിച്ച സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാനും ഒരു മിമിക്രിക്കാരൻ തന്നെയാണ്. ഞാനൊക്കെ ഒരു 82 കാലഘട്ടങ്ങളിലൊക്കെ മിമിക്രി കളിക്കാൻ നടന്ന, ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മിമിക്രി കളിക്കാൻ നടന്നത്, മിമിക്രി പഠിച്ചത് തൊടുപുഴ മുട്ടം എന്ന സ്ഥലത്ത് സുകുമാരൻ താണിക്കമറ്റത്തിൽ. അദ്ദേഹം ആ കാലത്തൊക്കെ, അന്ന് മിമിക്രി എന്ന് പറയുന്നത് അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഇന്നാണ് മിമിക്രിക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനത്തോടെയൊക്കെ കാണും, ഭയങ്കര ഒരു ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ഇതൊക്കെ ആയിട്ട് ജനങ്ങൾ കാണുന്നത്. അന്ന് മിമിക്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ നടന്മാരെ അനുകരിച്ചുകൊണ്ടിരുന്നത് ഏകൊരു കലാകാരനായിരുന്നു തൊടുപുഴ മുട്ടത്തുള്ള താണിക്കമറ്റത്തിൽ സുകുമാരൻ. ഈ സുകുമാരൻ ചേട്ടൻ മിമിക്രി കളിക്കാൻ കണ്ടിട്ടാണ് ഞാൻ മിമിക്രി കളിച്ചത്. അന്ന് അദ്ദേഹം മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയൻ ചെയ്യുമായിരുന്നു. ജയനൊക്കെ നല്ല ഒറിജിനാലിറ്റി. ഇന്നിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതും ഇതൊക്കെ ആയിട്ടൊക്കെ വളരെ സെറ്റപ്പോടെ കൂടി ചെയ്യണ ഡ്രസ്സൊക്കെ ഇട്ട് എന്നാണ്. അന്ന് കറക്റ്റായിട്ട് ജയൻ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു സുകുമാരൻ താണിക്കമറ്റത്തിൽ. മുട്ടത്താണ് പുള്ളിയുടെ വീട്. അദ്ദേഹം ഇവിടങ്ങളിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് വൺ ഷോ കളിച്ചിട്ടുണ്ട്. ആ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാണ് ആളുകൾക്ക്, കോമഡി കളിക്കണുണ്ട്. അങ്ങനെ ഈ സുകുമാരൻ ചേട്ടൻ മിമിക്രി കളിക്കണുണ്ടിട്ടാണ് ഞാനും മിമിക്രി പഠിക്കാൻ, പുള്ളി കാണിക്കണ കണ്ടിട്ട് ഞാനും മിമിക്രിക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ മിമിക്രി പുള്ളി ഓരോ സംഭവങ്ങളെ ചെയ്യുന്നുണ്ട്, ഞാനും മിമിക്രി കളിച്ച് പിന്നെ നമ്മുടേതായ സ്വന്തം ശൈലിയിലൊക്കെ മിമിക്രി കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഒരുപാട് ട്രൂപ്പുകളിലൊക്കെ, ചെറിയ ചെറിയ ട്രൂപ്പുകളിലൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നെ ഓരോരുത്തർ ക്ഷണിക്കാൻ തുടങ്ങി, പല പല ജില്ലയിലേക്കും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനന്ന്, ഇന്നിപ്പോൾ സിനിമ നടന്മാരൊക്കെ, ഇപ്പോൾ സിനിമയിലുള്ളവരും മറ്റുള്ള ആളുകളൊക്കെ, മിമിക്രിയിലൂടെ സിനിമയിൽ ഇറങ്ങിയേക്കുന്ന ആളുകളൊക്കെ നടന്മാർ ചെയ്യണേക്കാൾ മുൻപ് ഞാനൊക്കെ സിനിമ നടന്മാരെ അനുകരിച്ചിരുന്നത്. അന്ന് എൻ്റെ ശബ്ദമൊന്നും അത്ര ചെറിയ ശബ്ദമാണ്, 82 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ശബ്ദമാണ്. പക്ഷെ എന്നാലും അത് വെച്ചിട്ട് ഞാൻ കുറച്ച് നടന്മാരെയൊക്കെ ചെയ്യുമായിരുന്നു. ആ ശബ്ദത്തിൽ കുറച്ച് നടന്മാരെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ഭയങ്കര കയ്യടിയായിരുന്നു എനിക്ക്. പക്ഷേ ഈ ജയനെ കളിക്കുമ്പോൾ ആളുകൾ ഇന്ന് ഒരു കോമാളിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ ദയവ് ചെയ്ത് ജയൻ എന്ന വ്യക്തിയെ ആരും കോമാളിയാക്കരുത്. അദ്ദേഹം, സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ജയനെ ചെയ്യുമ്പോൾ, അന്നത്തെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ജയനെ ചെയ്യുന്നത് കറക്റ്റായിട്ട്, ഈ സുകുമാരൻ ചേട്ടൻ താണിക്കമറ്റത്തിൽ ജയനെ ചെയ്യുന്നത് കറക്റ്റായിട്ട് ആ സിനിമയിലെ സംഭവം തന്നെ ഒരു പുള്ളി ചെയ്യുമായിരുന്നു. അന്ന് ഇന്ന് കളിക്കുന്ന പോലെ ആളെ ജയനെ കോമാളി ആക്കൂല. അന്ന് വളരെ നല്ലൊരു ഇതായിട്ട് സുകുമാരൻ ചേട്ടൻ ജയനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരെയും കളിയാക്കരുത്. മിമിക്രി കളിക്കാം, സ്കിറ്റ് കളിക്കാം,
പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്കിറ്റ് കളിച്ച് നടന്മാർ ചെയ്യുന്നത് അന്നത്തെ കാലത്തൊക്കെ ഇഷ്ടംപോലെ നടന്മാർ ഞാൻ ചെയ്യുമായിരുന്നു. സ്കിറ്റ് കളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മിമിക്രിയിൽ. പറയാൻ കാരണം 10 പേര് ചിരിപ്പിക്കുമ്പോൾ നമുക്കും ഒരു സുഖമുണ്ടാവും. ആ ഒരു സുഖം അത് ഒന്ന് വേറെ. ഇന്ന് ഞാൻ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഈ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് മിമിക്രി കളിച്ച് കയ്യടി നേടിയിരുന്ന കാര്യം എന്നെ ഓരോരുത്തർ വന്ന് വളരെ കെട്ടിപ്പിടിക്കുകയും എന്നെ ക്ഷയിക്കാൻ വരികയും നല്ല നല്ല സംസാരങ്ങളൊക്കെ കേൾക്കുന്നത് ഇന്ന് ഓർത്തിരുന്ന് ഞാൻ മനസ്സുകൊണ്ട് ബഹുമാനിക്കാനുണ്ടാവും. അപ്പം നമുക്ക് നടന്മാർ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് കോമാളിയാക്കരുത്. പ്രത്യേകിച്ചും ജയനെപ്പോലുള്ള വ്യക്തികളെ ചെയ്യുമ്പോൾ കോമാളിയാക്കരുത്. അപ്പോൾ ഈ ജയനെ ഇന്നിപ്പോൾ ഓർത്തതൊക്കെ ഇങ്ങനെ ഈ മൊബൈലിലൂടെ സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ കോമാളിയൊക്കെ ആക്കണമ്പോൾ ഈ സുകുമാരൻ താണിക്കമറ്റത്തിൽ മുട്ടത്തോടെ സുകുമാരൻ ചേട്ടൻ്റെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. അദ്ദേഹം ഇപ്പോൾ പ്രോഗ്രാമിലൊന്നുമില്ല, പുള്ളിക്കാരൻ അതിനോട് അതൊക്കെ വിട്ട് നിന്ന് കുടുംബമായി കുട്ടികളായി ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവമായിട്ട് പുള്ളിയോട് ഒതുങ്ങി മാറി നിൽക്കുകയാണിപ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഈ സുകുമാരൻ ചേട്ടൻ ജയനെ അവതരിപ്പിക്കുന്ന പോലെ ആരും ചെയ്യണ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജയൻ സാറിനെ അവതരിപ്പിക്കുമ്പോൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് അദ്ദേഹം ചെയ്തിരുന്ന റോളുകൾ, പാട്ട് സീനുകൾ ഒക്കെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ശരി എന്നാൽ ഓക്കെ.